ദേഷ്യവും വാശിയൊക്കെ ഒന്ന് കളഞ്ഞുവിടറോ. എന്തിനാ ഈ ദേഷ്യവും വാശിയൊക്കെ? ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്, എന്തിനാണ് ദേഷ്യപ്പെടുന്നതും? ഇന്ന് ചിലപ്പോൾ എന്നെ കണ്ടു എന്ന് വരില്ല, ചിലപ്പോൾ നാളെ നിന്നെ കണ്ടു എന്ന് വരില്ല. അങ്ങനെയാണ് മനുഷ്യരൊക്കെ. മനുഷ്യരുടെ ജീവന് ഇപ്പോൾ അത്രയേ ഉള്ളൂ വില. ഒന്ന് മനസ്സിലാക്കടോ. എന്തിനാ ഈ ദേഷ്യവും വാശിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ മുഖം കറുപ്പിച്ച് നടക്കുന്നത്? എന്തിന്? ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചാളുകൾ ആ മരിച്ച ആളെ മുമ്പിൽ കിടന്നിട്ട് കുറച്ചാളുകൾ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കാം. കുറച്ചാളുകളും ആ മരത്തിനൊക്കെ താങ്ങായിട്ട് ഇങ്ങനെ നിന്നിട്ട് തൊള്ളിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. കുറച്ചാളുകളൊക്കെ സങ്കടത്തോടെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ മുക്കിലും മൂലയിലും തൊടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇത്രയേ ഉള്ളൂടോ. അത് കഴിഞ്ഞ് ആ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്തിനാ നമ്മൾ ഈ അഹങ്കരിച്ച് ജീവിക്കുന്നത്? എന്തിനാണ് ഈ ദേഷ്യവും വാശിയൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ട് എന്താ കാര്യം? ആ വ്യക്തിയെ നല്ലത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ നല്ലതും വാക്കുകൾ പറയാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അയാളോട് പെരുമാറാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണോ നമ്മൾ ഇതുപോലെയൊക്കെ അവരെ സ്നേഹിക്കുന്നതും അവരെ നല്ലത് പറയുന്നത്? എന്തിന്? ജീവിച്ചിരിക്കുന്ന കാലം എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ഇരിക്കാൻ പറയുക. അങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ തള്ളി നീക്കുന്നത്. ചിലപ്പോൾ ഇന്ന് കണ്ടവനെ നമ്മൾ നാളെ കാണില്ല. അപ്പം എന്തിനാണ് ദേഷ്യവും വാശിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത്? അപ്പോൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. താങ്ക് യു.